ഹലോ ഗായ്സ്, എൻ്റെ പേര് ജുറാമാണ്. ഇത് നമ്മളൊരു പുതിയ ഗെയിം കളിക്കാൻ പോവാണ്. ഈ ഗെയിമിൻ്റെ പേരാണ് ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D. ഓക്കെ, പ്ലേ പിന്നെ ചാലഞ്ച് നോക്കുക. ഇതെന്താ? മേഗാ റാമ്പ്, ഫൺ ട്രാക്ക്, ജൊറാസിക് പാർക്ക്, സോംബി മോഡ്, ഏലിയൻ. മേഗാ റാമ്പ് എന്ത് സാധനമാണോ? ഓ മൈ ഗോഡ്, ഗെയിം ഇത്ര റിയലിസ്റ്റിക് ആണോ? ഇതെന്താ? ഓ മൈ ഗോഡ്. പിന്നെ ഗായ്സ്, ഇത് GTA 5 കോപ്പിയാണ്. GTA 5 ഒരു കോപ്പി ഗെയിമാണ് ഗൈസ്, ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം. ഇതതുപോലെ അല്ലല്ലോ, ഫോട്ടോ കണ്ട പോലെ. കുഴപ്പമൊന്നുമില്ല. ഇത് മറ്റേ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പുള്ള ഫോട്ടോ അതുപോലെയാ. എൻ്റെ വീടൊക്കെ എന്ത് പൊളിയാ. ഇതെന്താ ഇത്? പോലീസ് കാറോ? നമ്മൾ വണ്ടിയുടെ അകത്ത് ഇരുന്നല്ലോ. ഈ വണ്ടി ഓടിക്കാൻ പറ്റുമല്ലേ? അകത്തിലേയും ക്യാമറയുണ്ട്, പിന്നെ മാപ്പും ഉണ്ട്. ഇതെന്ത് ഇത്ര വലിയ സിറ്റിയോ? മാപ്പൊക്കെ ഉണ്ടല്ലോ വണ്ടിയുടെ അകത്ത്. പോലീസിന്റെ കാറ്. ഇതെന്താ ഈ വണ്ടിയുടെ എന്ത് സൗണ്ടാണ്? അയ്യോ, നോ മൈ ഗോഡ് ഗായ്സ്, ഇതിന്റെ ഫാന്. ഇതെന്താ നമ്മളെന്തോ? ഇതെന്താ? അയ്യോ, വണ്ടി മറിഞ്ഞു പോയി, വണ്ടിയുടെ ഡോറ് പോയി. നോ വേ, ഞാൻ പുറത്തിറങ്ങി. ഓ മൈ ഗോഡ്, എൻ്റെ ഹെൽത്ത് പോയി. നോ വേ ഗായ്സ്, ലിറ്ററലി നേരെ മെഗാറാം ചൂസ് ചെയ്ത് നേരെ വേസ്റ്റഡായി. ലിറ്ററലി ഗൈസ്, ഞാൻ മെഗാറാം ചുമ്മാ നേരെ പോയിരുന്നു. ഞാൻ വണ്ടിയിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി എങ്ങനെ ഇറങ്ങി. ഞാൻ പ്ലെയിൻ നിൽക്കുക, ഞാൻ ചലഞ്ച് പോകുന്നില്ല. ലിറ്ററലി. ഓ, ഇതാ നമ്മളെ വീട്. അപ്പോൾ AC വല്ലതും ഓണാക്കാൻ പറ്റുമോ? അവിടെ ഫോണൊക്കെ ഉണ്ടല്ലോ, ഞാൻ എപ്പോഴാണ് കാണുന്നത്. പിന്നെ ഇനി കുറച്ച് ചീറ്റ് കോഡ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ചീറ്റ് കോഡൊക്കെ പറഞ്ഞു തരാം. കുറച്ച് ചീറ്റ് കോഡൊക്കെ എനിക്കറിയാം. എന്തോ RG സ്റ്റൂളിൻ്റെ എന്തോ ഉണ്ട്. പിന്നെയാണെങ്കിൽ വേറെ എന്തോ ഒരു ചീറ്റ് കോഡുണ്ട്. ഇത് ഫസ്റ്റ് ചീറ്റ് കോഡ് 9129. നമ്മൾ വീഴുമ്പോൾ ഹെൽത്ത് പോവില്ല. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഇൻഫിനിറ്റ് ഹെൽത്ത് കിട്ടും ഗായ്സ്. ഇനിയാണെങ്കിൽ നമ്മൾ 99 ചെയ്താൽ എന്തോ ടൈം ചേഞ്ച് ആവും നോക്കും. ഇപ്പം മൂടലായി. ഇനി വീണ്ടും ഞാൻ 99 ചെയ്യുമ്പം ഇത് നോക്കാം, മഴ പെയ്യാൻ തുടങ്ങി. ഇനി ഞാൻ വീണ്ടും 99 ചെയ്യുമ്പോൾ രാത്രിയാവും. ഇനി ഞാൻ വീണ്ടും 99 ചെയ്യുമ്പം അയ്യോ, ഞാൻ കറക്റ്റ് ചെയ്തപ്പോൾ എന്തോ ചെയ്തു. അയ്യോ, ഇടിമിന്നൽ, മഴ പെയ്യാൻ തുടങ്ങി. ഇനി ഞാൻ വീണ്ടും 99 ചെയ്താൽ നോക്ക് രാവിലെയായി. ഇനി വേറെ വണ്ടികളുടെ ചീറ്റ് കോഡ്. ഫസ്റ്റ് ബൈക്കിൻ്റെ ചീറ്റ് കോഡായിരിക്കും. അയ്യോ, ഫോൺ എടുക്കാൻ പറ്റുന്നില്ലല്ലോ. ഗ്ലിച്ചായോ? വാട്ട് ദ ഹെക്ക് ഹൗ ഡിഡ് ഐ ഫൈൻഡ് എ ഗ്ലിച്ച്? എൻ്റെ കയ്യിൽ ഫോണുണ്ട്, ഫോൺ എടുക്കാൻ പറ്റുന്നില്ല. ഫോൺ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്കൊരു വഴിയുണ്ട് കാശ് ചെയ്യാൻ. ഇനി മുകളിൽ കയറിയാൽ മതി, ഇനി ശരിയാവുമായിരിക്കും. ഓ മൈ ഗോഡ്, ഇനി വീണാൽ മതി. കണ്ടോ, ഹെൽത്ത് പോകുന്നില്ല കാശ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? വീഴുമ്പോൾ നേരത്തെ ഞാൻ മെഗാറാമിൽ നിന്ന് വീണപ്പോൾ ഹെൽത്ത് പോയായിരുന്നു. ഇതെന്താ ഫോൺ? ഇപ്പോൾ ഫോൺ എടുക്കാം. ഈ അടുത്ത ചീറ്റ് കോഡാണ് 5599. ഫസ്റ്റ് ബൈക്ക് എടുക്കാം. 5555. ഇതാണ് ഗോസ്റ്റ് റൈഡറിൻ്റെ ബൈക്ക്. ഈ ഗോസ്റ്റ് റൈഡർ 5 ഫാൻസ് ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം ഈ വീഡിയോ. ഓക്കെ, പിന്നെ ഈ ബൈക്കിൻ്റെ ഒരു പ്രത്യേകത, ഈ വണ്ടിയുടെ അടുത്ത് പോയത് പൊട്ടിത്തെറിക്കും. പിന്നെ എന്തോ പറക്കും. ഇത് ഇങ്ങനെയല്ല, ഭയങ്കരം പറക്കും. ഞാൻ നോക്കാം ഗൈസ്. ഈ വണ്ടിക്ക് അടിക്കും. ഇതെന്താ, ഡിഫൻഡറോ? അയ്യോ, ഇത് വെച്ച് മനുഷ്യരെ കത്തിക്കാൻ പറ്റും. നോക്കൂ. ഓ മൈ ഗോഡ്. ഇനി ആ ബുഗാട്ടി ചീറോണ്. ഇതെന്താ? കണ്ടോ, ഞാൻ പറക്കുന്നു. ഇതുപോലെ പറക്കും. കണ്ടോ, പോസ്റ്ററായിട്ട് പറക്കുന്നുണ്ട്. ഞാൻ വീഴുമല്ലേ? ഇല്ല. ഓക്കെ, നമ്മുടെ അടുത്ത ചീറ്റ് കോഡാണ് 5599. ഇത് ബസ്സിൻ്റെ ചീറ്റ് കോഡാണ്. ഓ മൈ ഗോഡ്, ബസ്സിൻ്റെ സ്പെഷ്യാലിറ്റിയാ. ബസ് ഫുള്ള് അമേരിക്കൻ ബസ്. ഓ മൈ ഗോഡ്. പിന്നെ പ്രത്യേകത, ഈ ബസ്സിന് മാത്രമേ ഡിഫറെൻറ്റ് സൗണ്ട് ഉള്ളെന്നാണ് തോന്നുന്നത്. അകത്തിലെ ഭയങ്കര പുളിയാണല്ലോ. അപ്പം ബാക്കിയാണെങ്കിൽ എല്ലാത്തിനും അതാ. എനിക്ക് കുറച്ച് സീറ്റ് കൂടെ അറിയുള്ളൂ, എല്ലാം ഒന്നും അറിയത്തില്ല. കുറച്ചൊക്കെ അറിയാം. ഇതെന്താ, ഇവിടെ റാമ്പുകളൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ റാമ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത ചീറ്റ് കോഡിൽ പോകാൻ ഞാൻ വീണു ഗൈസ്. ഇവിടെ എത്ര മിനിറ്റായി? 4 മിനിറ്റായി. വായോ, ഇൻഫിനിറ്റ് ഹെൽത്ത് കൊണ്ട്. ഇനി RG സ്റ്റൂളിൻ്റെ ചീറ്റ് കോഡ് കാണിക്കാം. എന്നൊരു ഹൗസ്
എച്ച് പിന്നെ 1 അടിച്ചാൽ എന്തോ സംഭവിക്കും ഗൈസ്. എന്തോ ഒരു വീട് പോലെ എന്തോ അതുകൊണ്ട് ഇങ്ങനെ വരും. പിന്നെ H2 അടിച്ചാലും വരും, H3 അടിച്ചാലും വരും. ഞാൻ കാണിച്ചു തരാം. H2 അടിച്ചാൽ വേറെ ഏതൊരു ഹൗസ് അല്ല, ഫോണല്ല, RGS ടൂൾ. പിന്നെ H2 അടിച്ചാൽ വേറെ ഒരു വീട് വരും. ഞാൻ H3 അടിച്ചു നോക്കാം. ഞാൻ എന്താ ഫോൺ കളഞ്ഞേ, ഞാൻ അറിയത്തോലില്ല. H3 അടിച്ചാലും വരും. H3 അടിച്ചിട്ടും വന്നു. ഇനി H4 ഉണ്ടോ എനിക്കറിയത്തില്ല. H4 ഇനി H5 അടിക്കാം. റിവേഴ്സ് പോവാം. ഈ ഇതല്ല ഫോൺ എന്തിനാ ഞാൻ എടുക്കുന്നത്, ഞാൻ കഴുകുക ലിറ്ററലി. ഞാൻ അറിയാം H5 ഉണ്ടോ, H5 ഉണ്ട്. അപ്പോൾ H6 ഉണ്ട്. എനിക്കറിയത്തില്ല എത്ര ഉണ്ടെന്ന്. എനിക്ക് H6 ഉണ്ടെന്നാ ഊന്ന ഗൈസ്, എനിക്കറിയില്ല. H6 എവിടെയാ? ഇവിടെ നോക്കാം ഞാൻ. H6 ഓ മൈ ഗോഡ്. അപ്പം H7 കാണണ്ടേ? ഓ മൈ ഗോഡ്. H7 ഓ മൈ ഗോഡ്. ബസ്സിനെന്ത് പറ്റി? അയ്യോ ഓ മൈ ഗോഡ്. ഓക്കെ, ഇത്രേ ഉള്ളെന്നാ തോന്നുന്നേ. ഇനി നമ്മുടെ ഫോൺ ചീറ്റ് കോഡ് വീണ്ടും പോവാം. പിന്നെ എന്തോ ഒരു 555 എന്തോ അതാണെന്ന് തോന്നുന്നത്. എന്തോ പ്ലെയിൻ വരും ഗൈസ്. ഓക്കെ, ഇനി പ്ലെയിനിൻ്റെ അകത്ത് കയറി പ്ലെയിൻ ഓടിക്കുന്ന എങ്ങനെയാണ്? ഇവിടെ എല്ലായിടത്തും വീടില്ല, കുടുങ്ങി, ലിറ്ററലി കുടുങ്ങി. നമ്മൾ പറക്കാൻ സ്ഥലമില്ല. ഓക്കെ, ഞാൻ നോക്കാം. അയ്യോ, ഇത് എങ്ങനെ കൺട്രോൾ ചെയ്യുന്നൊന്നും മനസ്സിലാകുന്നില്ല. ജോയ്സ്റ്റിക്കാണല്ലോ, റിവേഴ്സ് നോക്കി ഇങ്ങനെ നോർമൽ വണ്ടി പോലും പോവും. അയ്യോ ഗായ്സ്, ഇത് ലിറ്ററലി ഞാൻ കുടുങ്ങി. കാരണം അവിടെ സ്ഥലമേ ഇല്ല. അപ്പോൾ ഇച്ചിരി അന്നോട്ട് റോഡിൻ്റെ ഇവിടെ പുറത്ത് ഇവിടെ പ്ലെയിൻ സ്പോൺ ചെയ്യാൻ കാരണം സ്ഥലമേ ഇല്ല. ഓക്കെ ഗായ്സ്, ഇത് ബെസ്റ്റ് സ്ഥലം. ഇവിടെ 555. ഓക്കെ, ചീറ്റ് കോഡ് അടിച്ചു. പ്ലെയിൻ ഇങ്ങനെ അല്ലായിരുന്നു ഓടിച്ചു. കുഴപ്പമില്ല, കുഴപ്പമുണ്ട് കാരണം മുമ്പിൽ ബിൽഡിങ്ങാ. ഓ മൈ ഗോഡ്, റിവേഴ്സ് കൊണ്ടുവരും. ഓ മൈ ഗോഡ്, ഇതിനെ പറപ്പിക്കാൻ പറ്റുമോ? ഇങ്ങനെയാണോ? എങ്ങനെയാ? അയ്യോ, എന്താ മുന്നോട്ടടിച്ചാലാണോ പുറകിലോട്ടടിച്ചാലാണോ പറക്കുന്നത്? ലിറ്ററലി പ്ലെയിൻ സ്റ്റക്കായി. ലിറ്ററലി എനിക്ക് പ്ലെയിൻ ഓടിക്കാൻ പോലും അറിയത്തില്ല. ഓക്കെ, ഞാൻ വേറെ ഒരു വണ്ടി എടുക്കാം. എനിക്കറിയത്തില്ല, ഞാൻ ചുമ്മാ ഗസ് അടിക്കുക. എനിക്ക് അത്ര വണ്ടികൾ അറിയത്തൊന്നുമില്ല. 666 ഒരു ബാൻഡിൽ TNT എന്ന് പറഞ്ഞ എന്തോ ഒരു സാധനം കിട്ടി. ഓക്കെ, പിന്നെ വേറൊരു ചീറ്റ് കോഡുണ്ട്. എനിക്കിപ്പോൾ ഓർമ്മ വേറൊരു ചീറ്റ് കോഡുണ്ട്. ഇത് വെച്ച് നമ്മൾ എന്നോട്ടാ ആ ബീച്ചിലോട്ട് പോവാം. ബീച്ചിലും വേറെ എന്തോ സാധനങ്ങൾ, ബോട്ട് എന്തോ ഉണ്ട്. ബീച്ച് എവിടെയായി? മുന്നിലോട്ടല്ലേ പോകണ്ടേ? എനിക്കറിയത്തില്ല. പിന്നെ ഇത് വേറെ സിറ്റിയൊക്കെ എന്തോ ആടായി. പിന്നെ പുതിയ വണ്ടി എന്തോ ഏതോ 1-2 അടിച്ച എന്തോ വണ്ടി ബുഗാട്ടിയിലെ വേറെ ലംബോർഗിനിയുടെ വേറെ ഏതോ മോഡൽ അങ്ങനെ എന്തോ വരുമെന്ന് ഞാൻ കേട്ടായിരുന്നു. 1 ചീറ്റ് പ്രോസസ്സിങ് കോളൻഡൻ. അതെങ്ങനെ ചീറ്റ് പ്രോസസ്സിങ് ആയിട്ട്? അതെന്താ ആയിരുന്നു? 2 അടിച്ച് നോക്കാം. 2 ചീറ്റ് പ്രോസസ്സിങ് കോളൻഡഡ്. അതെന്താ അങ്ങനെ? ഓക്കെ, ഇനി ഏതാ? ബോട്ടിൻ്റെ 3005 ആണെന്നാ തോന്നുന്നത്. എനിക്ക് ഓർമ്മയില്ല. 3005 ആണെന്നാ തോന്നുന്നത്. ഓ കറക്റ്റ്. എന്താ? ഓ 3005 GTR ബോട്ടല്ല. സോറി ഗൈസ്, ബോട്ടിൻ്റെ വേറെ എന്തോ. ഇത് GTR ഗൈസ്, GTR. ഓ മൈ ഗോഡ്, എന്ത് സ്പീഡായി! ഇനി അത്ര സ്പീഡ് കാണുന്നില്ല. ഇത് ഈ റോഡിലുള്ള ഈ സ്കോർപ്പിയൻ ഇതിനെന്താ അത്ര സ്പീഡൊന്നും? ഭയങ്കര പതുക്കെ പോകുന്നു ബുഗാട്ടിയൊക്കെ. ഓ മൈ ഗോഡ്, ഞാൻ സൂപ്പർ സ്പീഡിലാണ് പോകുന്നത് അകത്തോ. ഓ മൈ ഗോഡ്, ഗണ്ണുകളുണ്ടോ? മിനി ഗണ്ണുണ്ട് ഗൈസ്. ഇത് പോലീസൊക്കെ ഉണ്ടെന്ന് അറിയാം. പോലീസൊക്കെ എന്തോ ഉണ്ട്. പിന്നെ ട്രെയിനും ഉണ്ട്. മിനി ഗൺ അവിടെയാ. ഈ ബൈക്കിനെ അടിക്കാം. ഓ മൈ ഗോഡ്, അയാൾ തെറിച്ചു. പോലീസ് എന്തോന്നും വരാതെ. പോലീസോടെയാ. എൻ്റെ RPG ഉണ്ട്. RPG വെച്ച് ഞാൻ ഈ വണ്ടീനെ പൊട്ടിക്കാം. RPG പൊട്ടിത്തെറിച്ച് വണ്ടി. പിന്നെ ഇനി നമുക്ക് ഈ പ്ലെയിൻ ഓടിക്കാൻ പറ്റും. കാരണം ഇവിടെ നല്ല സ്ഥലമുണ്ട്. 555 ഫൈനലി പ്ലെയിൻ. നമുക്ക് പ്ലെയിൻ ഓടിക്കാം. പക്ഷേ എങ്ങനെയാണ് ഓടിക്കണ്ടേ?
ഓക്കെ ഞാൻ ചെയ്തു. ഞാൻ മുന്നോട്ടാക്കുന്നുണ്ട്. എന്താ പറക്കാത്തെ? അയ്യോ ഇതെങ്ങനത്തെ പറക്കല? അപ്പം ഞാൻ ഇങ്ങനെ ആക്കണോ? ഓ മനസ്സിലായി, നമ്മൾ ജോയ്സ്റ്റിക്ക് ഇങ്ങനെ ആക്കിയാലേ പോളൂ. വാ, ഇത് റാമ്പിൻ്റെ മുകളിൽ പോവാ കാശ്. എനിക്ക് ബൈക്കിൽ വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ഞാൻ എന്താ ചെയ്യുന്നത്? ഓ മൈ ഗോഡ്, പ്ലെയിൻ ബാലൻസ് ആവുക ഗായ്സ്. ലിറ്ററലി എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല പ്ലെയിൻ. പിന്നെ നമുക്ക് എയർപോർട്ടും ഉണ്ട്, പിന്നെ എന്തോ കാർ ഷോറൂമും, പിന്നെ ആണെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ ഏരിയ. ഇതാ കാർ ഷോറൂമും കൺസ്ട്രക്ഷൻ. ഇതാണ്ടേ ആ താഴെ കാണുന്നതാണ് കാർ ഷോറൂം. എൻജിൻ ഓഫ് ചെയ്തു ഞാൻ, ലിറ്ററലി എൻജിൻ ഓഫ് ചെയ്തു. ഓ മൈ ഗോഡ്, അത് കൺസ്ട്രക്ഷൻ സൈറ്റ്, കൺസ്ട്രക്ഷൻ. പിന്നെ ഇനി എവിടെ? ആ എയർപോർട്ടിലാണ് നമുക്ക് പോകണ്ട. എൻജിൻ സ്റ്റാർട്ടാക്ക്. പിന്നെ നമ്മൾ ട്രെയിനിൽ നിന്ന് വേറെ എവിടെയോ പോകാൻ പറ്റും. പക്ഷേ പ്ലെയിൻ എന്താ ഇങ്ങനെ പോകുന്നത് എനിക്കിതുവരെ മനസ്സിലാവുന്നില്ല. ഓ മൈ ഗോഡ്, പ്ലെയിൻ ലിറ്ററലി ക്രാഷായി ഗായ്സ്. ലിറ്ററലി പ്ലെയിൻ ക്രാഷായി. എത്ര? ഓ മൈ ഗോഡ്, 11 മിനിറ്റ്. നമുക്ക് ഇനി എങ്ങനെയെങ്കിലും മറ്റേ എയർപോർട്ടിൽ പോകണം. ഇറങ്ങിക്ക്. ഓ മൈ ഗോഡ്. ഓയ്യോ, ഈ ഫോണിൽ എന്തൊക്കെ ഫീച്ചർ ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ. ഗാലറിയോ ഷർട്ടൊക്കെ ഇടാൻ പറ്റും. ഓ ഇത് ഇങ്ങനെ ഇടാൻ വാ, ഇത് നല്ലതാണ്. ഓ ട്രെയിൻ കൺട്രോൾസ്. സ്റ്റിക്കി ബോംബുണ്ടോ? വയോ, ഈ വണ്ടിയിൽ സ്റ്റിക്കി ബോംബ് വെക്കാം ഗൈസ്. ഒരു സ്റ്റിക്കി ബോംബ് വെക്കാം. സ്റ്റിക്കി ബോംബ് വെച്ചു. സ്റ്റിക്കി ബോംബ് ഒരു ഞാൻ വണ്ടിയുടെ അകത്ത് കയറി. പിന്നെ ഞാൻ വണ്ടിയുടെ മുകളിൽ സ്പോൺ ആവും. അതെങ്ങനത്തെ ഗ്ലിച്ച് ചെയ്ത് ഗൈസ്. പിന്നെ വേറെ ഏതോ ഒരു ഗ്ലിച്ച് അറിയാം ഗൈസ്. ഇതിനെ ഒന്ന് പൊട്ടിക്കാം. പിന്നെ എനിക്കറിയാം ഇതിൻ്റെ ഹെൽത്ത് എന്തോ ഒട്ടിച്ചോ. അയ്യോ, ആ ബൈക്കുകാരൻ സൈഡിൽ നിന്ന് പോകാൻ വിചാരിച്ച ആ ബൈക്കുകാരനും പോയി. അയ്യോ, പിന്നെ ഇതിൻ്റെ കളറും മാറ്റാൻ പറ്റും ഗാലറിയിൽ പോയാൽ. അങ്ങനെ എന്തോ ഡ്രൈവർ സീറ്റിൽ പോയാൽ ഇത് കളറെന്താ മാറ്റത്തൊന്നുമില്ലല്ലോ. എന്തോ ഡ്രൈവർ സീറ്റ്, ഇതാ ഡ്രൈവർ സീറ്റ്. RGB ഭയങ്കര പൊളിയാണ്. അപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റാണ്. ഗോസ്റ്റ് റൈഡർ ഈ കളർ ഇടാൻ പറ്റുമോ? ഗോസ്റ്റ് റൈഡറിൻ്റെ ചീറ്റ് കോഡ് ഏതായിരുന്നു? 5555. ഓ ഗോസ്റ്റ് റൈഡറിന് കളർ ഇടാൻ പറ്റുമോ എന്നൊരു സംശയമുണ്ട്. ഗോസ്റ്റ് റൈഡർ. ഓ ഗോസ്റ്റ് റൈഡറിൻ്റെ RGB. ഓ മൈ ഗോഡ്, RGB ഗോസ്റ്റ് റൈഡർ. ഓ മൈ ഗോഡ് ഗായ്സ്, RGB ഗോസ്റ്റ് റൈഡർ. ലിറ്ററലി RGB ഗോസ്റ്റ് റൈഡർ. നീ എന്താ എവിടെ ഇരിക്കുന്നത്? നീ കത്തിപ്പോ. മിനിറ്റ്, ഈ വണ്ടി എന്തിനാ ഇവിടെ തന്നെ ഇരിക്കുന്നത്? നീ വണ്ടി പോയി. ഇനി നമുക്ക് എന്തോ എയർപോർട്ടിലോട്ട് പോകണം ഗൈസ്. എയർപോർട്ടിൽ വണ്ടി എന്തോ ഇങ്ങനെ റിവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്നത്. ഓ മൈ ഗോഡ് പോയി. ഓക്കെ, ഇയാളെ നമുക്ക് മിനി ഗൺ വെച്ച് കൊല്ലാം ഗൈസ്. മിനി ഗൺ അവിടെ. അയ്യോ ഇതെന്താ? ഈ മിനി ഗൺ എടുത്ത് ഇയാളെ കൊല്ലാം. അയ്യോ ഗണ്ണിൻ്റെ ഓപ്ഷനേ ഇല്ലല്ലോ. പിന്നെ ഗൈസ്, എൻ്റർടൈൻമെൻറ്റ് പർപ്പസസ് ഉള്ളി ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം. ഇതെല്ലാം ചെയ്യുന്നത് ഗെയിമാണ്, റിയൽ ലൈഫൊന്നും അല്ല. ഇത് ഗെയിമാണ്, റിയൽ ലൈഫല്ല. നിങ്ങൾക്കറിയാമല്ലോ, ഇത് ഗെയിമാണ്. ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു വീഡിയോയുടെ. എന്തോ സ്റ്റാർ വന്നല്ലോ. എന്തോ വന്നു. പോലീസ് വരുമോ? ഇനി പോലീസ് വന്നാൽ എൻ്റെ ഗോസ്റ്റ് റൈഡറെ ഉള്ള ആ വണ്ടി എടുത്ത് വന്നാൽ തന്നെ അവർ പൊട്ടിത്തെറിക്കും. പോലീസ് വരുന്ന പോലുമില്ല. സ്റ്റാറും ഉണ്ട് താഴെ. പോലീസിനെ പേടിച്ചിരിക്കുക. പോലീസ് വരുന്ന പോലും ഇല്ല. പോലീസ് വന്നല്ലോ. പോലീസ് ചമ്മി. ഞാൻ മറക്കുക. പോലീസ് ചമ്മി. പോലീസിൻ്റെ വണ്ടി പൊട്ടിത്തെറിച്ചു. പോലീസ് എത്ര വന്നാലും എന്നെ ഒന്നും ചെയ്തില്ല. ഈ ഗോസ്റ്റ് റൈഡർ എന്ത് പൊളിയാടേ. നമുക്കിനി എയർപോർട്ടിലോട്ട് പോകണം. പിന്നെ എന്തോ സൂപ്പർ ഫാസ്റ്റ് പോയി നമുക്കെന്തോ ഇതിൻ്റെ അകത്തൂടെ കയറാൻ പറ്റുമോ? അങ്ങനെ എന്തോ എനിക്കറിയാം. അങ്ങനെ എന്തോ. ഓ മൈ ഗോഡ്, അകത്ത് കയറാൻ പറ്റിയില്ല ഗായ്സ്. പോലീസ് വരും. പോലീസ് വന്നു. കുടുങ്ങി. അയ്യോ ഇതെന്താ സംഭവിക്കുന്നത്? 3 പോലീസ് വണ്ടി വന്നു. എന്നെ ഷൂട്ട് ചെയ്യാന്ന് തോന്നുന്നത്. ഓടിക്കൂ ഗായ്സ്, നമുക്ക് ഓടാം. ഒരു മിനിറ്റ്, ഞാൻ ഇൻഫിനിറ്റി ഹെൽത്ത് ഇട്ടായിരുന്നു. എനിക്കൊരു സംശയമുണ്ട്. ഇട്ടായിരുന്നു. ഓ ഈ എയർപോർട്ടിൻ്റെ അകത്ത് ഓടിക്കുമോ? പിന്നെ ഈ വലിയ പ്ലെയിനും എന്തോ ഓടിക്കാൻ പറ്റൂ. അങ്ങനെ വലിയ പ്ലെയിനും എന്തോ ഓടിക്കാൻ പറ്റൂ. വലിയ പ്ലെയിൻ ഓടിക്കാൻ പറ്റുമോ? ചെറിയ പ്ലെയിൻ ഓടിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഈ പോലീസുകാർ ഇത്ര കഴുതയാ അവിടുന്ന് വരാൻ നോക്കുക. വഴി ഇവിടെ ഇത്ര കഴുത ഈ പോലീസുമാർ. റിയൽ ലൈഫ് അല്ല, ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം. ഇതെന്താ കയറാനൊന്നും പറ്റുന്നില്ലല്ലോ പ്ലെയിനിൽ.
പ്ലെയിനിൽ കയറാൻ പറ്റണ്ടല്ലേ ഗൈസ്? പ്ലെയിനിൽ കയറാനേ പറ്റുന്നില്ലല്ലോ ലിറ്ററലി. പിന്നെ ഇത് ട്രെയിനും ഉണ്ടെന്ന്, പിന്നെ ട്രെയിനും ഉണ്ടല്ലോ. ഇത് 2 ട്രെയിനുണ്ട്. ഒരു ബ്ലൂ കളറുള്ള ട്രെയിൻ, പിന്നെ ഒരു റെഡ് കളറുള്ള ട്രെയിൻ. ഇവിടെ ഇനി ബ്ലൂ കളറുള്ള ട്രെയിന് റെഡ് കളറുള്ള ട്രെയിനാണോ നല്ലതെന്ന് അറിയത്തില്ല. നമുക്ക് ട്രെയിൻ സ്റ്റേഷനിൽ പോകാം ഇനി ഗൈസ്. ട്രെയിൻ സ്റ്റേഷൻ. പിന്നെ ട്രെയിൻ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. ട്രെയിൻ ചുമ്മാ നിൽക്കില്ല, ട്രെയിൻ ഓടും. പിന്നെ വേറെ സിറ്റിയിലും പോവും. അപ്പം നമുക്ക് ട്രെയിനിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റുമോ എന്നറിയില്ല. അപ്പോൾ അത് ഓടിക്കാൻ പറ്റുമെന്നാണ് മെയിൻ. ഞാൻ മറ്റേ സ്റ്റിക്കി പോകാൻ്റെ ട്രെയിൻ കൺട്രോൾ മൊബൈൽ ഫോണെ കണ്ടായിരുന്നു. നമുക്ക് കയറി ഓടിക്കാൻ പറ്റുമോ ഒരു സംശയമുണ്ട്. ഞാൻ പോവാ. ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നേ. മറ്റേ നമ്മുടെ അത് എന്താ റെയിൽവേ സ്റ്റേഷൻ. റെക്കോർഡിങ് എത്രയായി? 15 മിനിറ്റായി. വാവ്. നമ്മളൊന്നും ഇല്ല. ഇവിടെ ജൊറാസിക് പാർക്ക് ചെയ്യോ ഇതെന്താ ഈ സ്റ്റണ്ട് ചെയ്യാം ഗൈസ്. ഗോസ്റ്റ് റൈഡർ വെച്ച് ഞാൻ സ്റ്റണ്ട് ചെയ്യാൻ പോവുക ഗൈസ്. ഓക്കെ. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, മോളിൽ എത്തുമോ ഗൈസ്? നോ വേ. ഓ മൈ ഗോഡ്, ഞാൻ സ്റ്റണ്ട് കംപ്ലീറ്റ് ആക്കി. ഓ മൈ ഗോഡ്, ഗോസ്റ്റ് റൈഡർ ഇത്ര പൊളിയാ ഗൈസ്. ഓ മൈ ഗോഡ്. ആ ജൊറാസിക് പാർക്ക്, അതിനകത്ത് ഡൈനോസേഴ്സ് എന്തോ ഉണ്ട്. ഞാൻ തിരിച്ച റിവേഴ്സ്. നോ വേ, നോ വേ, നോ വേ ഗൈസ്. ദിസ് ഇസ് നോ വേ, നോ വേ. ഇവിടെ റെയിൽവേ ട്രാക്ക്, റെയിൽവേ ട്രെയിൻ എവിടെയാ? അല്ല, ട്രെയിൻ എവിടെയാ? ട്രെയിൻ ഇവിടെ കാണുമല്ലോ. ഞാൻ ട്രെയിൻ നേരെ ഓടിപ്പോവാ. ട്രെയിൻ ഇവിടെ എവിടെയെങ്കിലും കാണും. ട്രെയിൻ വരുന്നുണ്ട്. ഇത് റെഡ് കളറുള്ള ട്രെയിനാ. പിന്നെ ഒരു ബ്ലൂ കളറുള്ള ട്രെയിനും ഉണ്ട്. ട്രെയിൻ വരുമോ? നിർത്തിക്കോ. ബൈക്ക് നിർത്തിക്കോ. ആ ട്രെയിൻ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ട്രെയിൻ നിൽക്കുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ട്രെയിൻ നിൽക്കുന്നില്ല. ബ്രേക്ക്. ഓ ബ്രേക്ക് ഓടിക്കോ എന്നെ. ഓ മൈ ഗോഡ്. ഇപ്പം ഞാൻ ചമന്തിയായിരുന്നു തന്നെ ഗൈസ്. ഒരു മിനിറ്റ്. ഈ ട്രെയിനിൻ്റെ താഴെ, ഓ മൈ ഗോഡ് ഗൈസ്, ഈ ട്രെയിനിൻ്റെ താഴെ ബ്ലഡൊക്കെ ഉണ്ടല്ലോ ഗൈസ്. ഇതെന്താ ഗൈസ്? ട്രെയിനിൻ്റെ താഴെ ബ്ലഡ്. സ്നൈപ്പറുണ്ട്. ഞാൻ കാണിച്ചു തരും. നമുക്ക് ട്രെയിനിൻ്റെ താഴെ ബ്ലഡ് ഉണ്ട് ഗൈസ്. അയ്യോ, ഇതുകൊണ്ട് ബ്ലഡ്. ട്രെയിനിൻ്റെ താഴെ ലിറ്ററലി ബ്ലഡ് ഉണ്ട് ഗൈസ്. ഇതുണ്ടോ? ഫുള്ള് ബ്ലഡാ. ഓ മൈ ഗോഡ്, ലിറ്ററലി ഫുള്ള് ബ്ലഡ്. ക്യാബ് 1. ഇതെന്താ? ഓ ട്രെയിൻ കാണാൻ പറ്റൂല്ല. ശരി, ഹോണൊക്കെ അടിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഇതെന്താ? പിന്നെ ഗൈസ്, നമുക്കാണെങ്കിൽ ഇത് വെച്ചാണെങ്കിൽ ട്രെയിനും കൊണ്ട് നമുക്ക് വേറെ ഏതൊരു സിറ്റി പോകാൻ പറ്റും. വണ്ടിയും കൊണ്ട് പോവാം, ട്രെയിനും കൊണ്ടും പോവാം, പ്ലെയിനും കൊണ്ടും പോവാം. പിന്നെ ഇത് ഹെലികോപ്റ്റർ എന്തോ ഉണ്ട്. അപ്പം ഞാൻ പുതിയൊരു സിറ്റി, ഏതൊരു സിറ്റി ഇതാ പുതിയ സിറ്റി. ഇല്ല, ഇത് നമ്മൾ ഉണ്ടായിരുന്ന സിറ്റിയാണ്. വേറൊരു പുതിയ സിറ്റി പോലെ ഉണ്ട്. ഇത് നമ്മളുള്ള ഇത് വേറെ, ഇത് നമ്മുടെ പഴയ സിറ്റി. പഴയ സിറ്റി പുതിയ സിറ്റിയിലോട്ട് നമ്മൾ പോവാണ് ട്രെയിനും കൊണ്ട് ഗൈസ്. ഓക്കെ, ഈ ഗെയിം GTA 5 കോപ്പിയൊക്കെയാണ് ഞാൻ പറയാം. നല്ല കോപ്പിയാണ്. പോലീസ് സ്റ്റേഷൻ ഉണ്ടോ? ആ പോലീസ് സ്റ്റേഷൻ നമ്മുടെ വീടിൻ്റെ അടുത്തുണ്ട്. പിന്നെ വണ്ടികൾ കുറേ ഉണ്ട്. എനിക്ക് ചീറ്റ് കോഡൊന്നും അത്ര അറിയത്തില്ല ഗൈസ്. പക്ഷെ വണ്ടികൾ കുറേ ഉണ്ട്, അത്ര എനിക്കറിയാം. ഇതുകൊണ്ടോ ഗൈസ്, പുതിയ സിറ്റി നിങ്ങൾ കണ്ടു കാണും. പുതിയ സിറ്റി. പിന്നെ അത് ടണലാണ് ഗൈസ്. ആ ടണലിൽ ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ട് നമ്മൾ ട്രെയിൻ ഇവിടെ തന്നെ നിർത്തുവാണ്. ഇങ്ങനെ ഇറങ്ങിയാൽ നമ്മൾ ട്രെയിനിൽ നിന്ന് അങ്ങനെ ആവില്ല. ഇതെന്തോ ട്രിക്കാണ് ഗൈസ്, പക്ഷെ നിന്നില്ല. അപ്പം നമ്മൾ പുതിയ 3333 എന്നടിച്ചെന്തോ വരേണ്ടതാ. ഇതോടെ ലംബോർഗിനി വരും ഗൈസ്. പിന്നെ ആണെങ്കിൽ എന്തോ 0 എന്നടിച്ചാൽ ഗ്യാസ് ടാങ്ക് എന്തോ വരും. പിന്നെ 00 എന്നടിച്ചാൽ ഒരു വലിയ ഫ്യൂൾ ടാങ്ക് വരും. പിന്നെ 000 എന്നടിച്ചാൽ ഒന്നുമില്ല. 000 എന്നടിച്ചാൽ സ്കൂട്ടി വരും. പ്ലഷർ ആക്റ്റീവായിരുന്നു നേരത്തെ, എനിക്ക് അറിയാം. ആക്റ്റീവ്. അപ്പോൾ നമുക്ക് സ്കൂട്ടിന്ന് പോവാം. സ്കൂട്ടി സ്പീഡോമീറ്റർ ഉണ്ട്. പിന്നെ നമ്മൾ ടണലിൽ നല്ല പോകുന്നേ. ഓ മൈ ഗോഡ്, സ്കൂട്ടി. ഓ മൈ ഗോഡ്, ഇത്തിരി ചെറിയ സ്കൂട്ടി ഭയങ്കര ഫാസ്റ്റാണ്. പിന്നെ
ഇതെന്താ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ വല്ലതും ഉണ്ട് ഈ പുതിയ സിറ്റി? ഈ പുതിയ സിറ്റി ഇവിടെ നിർത്തി. ഇത് ബെസ്റ്റ് സ്ഥലം, ഇവിടെ എല്ലാ വണ്ടികളും ഇടാൻ പറ്റുന്ന സ്ഥലമാണ്. എനിക്ക് അത്ര ചീറ്റ് കോഡുകളൊന്നും അത്ര അറിയത്തില്ല. കുറച്ചൊക്കെ ഞാൻ ഗസ് അടിക്കാൻ നോക്കും. എനിക്ക് ഞാൻ എന്തിനാണ് ചാടിയാൽ ഇവിടെ പോലീസ് വരും, ഇവിടെ വരുമായിരിക്കും. ഞാൻ അടുത്ത ചീറ്റ് കോഡ് ഞാൻ ഗസ് അടിക്കാം. 4444 ഉണ്ടോ? ചീറ്റ് പ്രോസസ്സിങ് എന്തോ കോബ്ര ബ്രൈക്ക് കിട്ടി ഗൈസ്. 4444 കോബ്ര ബ്രൈക്ക്. 6666 എന്തായിരിക്കും? ജി വാഗൻ. പിന്നെ ഇനി 36 ആണെങ്കിലോ? 36 അറിയാമല്ലോ. 9999 49 എന്തായിരിക്കും? ബുള്ളറ്റ് കിട്ടി ഗൈസ്. അപ്പം 48 ഡ്യൂക്ക് ഗൈസ്. ഡ്യൂക്ക് 48. പിന്നെ ഇതിനെന്തായിരുന്നു ഞാൻ മറന്നുപോയി. പിന്നെ 1111 അടിച്ചാലോ? സൈക്കിളല്ലേ? സൈക്കിൾ. പിന്നെ 2222 അടിച്ചാലോ? 333 അടിച്ചാൽ ലംബോർഗിനിയാണെന്നറിയാം. പിന്നെ ആണെങ്കിൽ എന്തോ ഈ ചില എന്തോ ഒരു 300 എന്തോ ടാർസിൻ്റെ ഏതോ വണ്ടിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ 0300 അടിച്ചെന്തോ മോൺസ്റ്റർ പോയോ. അപ്പം ഒരു ജി വാഗൻ്റെ കോഡ് എന്തായിരുന്നു? 55 ഇതായിരുന്നോ ജി വാഗൻ്റെ കോഡ്? അല്ല ഗൈസ്, ഇത് ഗോസ്റ്റ് റൈഡറിൻ്റെ. പക്ഷേ എല്ലാം പൊട്ടിപ്പോയി. അപ്പോൾ 222 ആയിരുന്നോ ജി വാഗൻ? എനിക്ക് 222 ആയിരുന്നു ജി വാഗൻ. 2222 AV 4444 ആയിരുന്നു. 4444 കോബ്ര ബൈക്കാണല്ലോ. ഇത് 888 ആണോ പോകുന്നത്? അല്ല, 888 ഡ്യൂക്കാണല്ലോ. 999 49 ബുള്ളറ്റാ. 7777 ആയിരിക്കും. 47 അതും ഡ്യൂക്കോ? 4444 ആണോ? എനിക്ക് കൺഫ്യൂഷൻ ഫുള്ളാണ്. ഇത് കോബ്ര ബൈക്കില്ല. ഇതെന്ത് എനിക്കൊന്നും മനസ്സിലാവുന്നു. 5 അടിച്ചെന്താ സംഭവിച്ചേ? ലിറ്ററലി 5 ഞാൻ ചുമ്മാ അറിയാതെ അടച്ചു. എന്തോ സംഭവിച്ചു? ഒന്നും സംഭവിച്ചു. 5 ഗോസ്റ്റ് ബൈക്കാ. 6666 4 6 ഞാൻ നോക്കി. ഓ മൈ ഗോഡ് 4 6. അപ്പോൾ 0666. ഓ മൈ ഗോഡ് എൻ്റെ മുകളിൽ തന്നെയാ. അയ്യോ എത്ര മിനിറ്റായി. ഇതെന്ത് സംഭവിക്കുന്നത്? എല്ലാം എക്സ്പ്ലോർ 22 മിനിറ്റായി റെക്കോർഡിങ്. പിന്നെ ഏതായിരുന്നു കോഡ്? ഞാൻ മറന്നേ പോയി. 6666 ആയിരുന്നു ഈ ജി വാഗൻ. അപ്പോൾ 06666 എന്നടിച്ചാലോ? ഇല്ല ഗൈസ്, ജി വാഗൻ്റെ ഇല്ല. ഇനി നമ്മൾ 3006 അതാ ബോട്ടിൻ്റെ കോഡ് അല്ലേ? ബോട്ടിൻ്റെ കോഡ് 004 5 ആണല്ലോ. 5 ആണെങ്കിൽ മറ്റേ അതാ ഇത് ഈ GTR. പിന്നെ 332 ഇതാണോ തോന്നുന്നത്? ഇതായിരുന്നു അല്ല, ഇതല്ല, എനിക്ക് ഓർമ്മയില്ല ബോട്ടിൻ്റെ കോഡ്. 300. പിന്നെ വേറെ എന്തോ 2 അല്ല 1 ആയിരിക്കും. 3001 3001 ഗൈസ്. പിന്നെ നമുക്കിനി ഏതെങ്കിലും വണ്ടിയും കൊണ്ട് ബീച്ചിൽ പോകണം. കാരണം നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ഇത് വർക്കാവുന്നു ബോട്ട്. നമ്മൾ പ്ലെയിൻ ടെസ്റ്റാക്കി. ഇനി നമുക്ക് ഒരു ബൈക്ക് എടുത്തിട്ട് നമ്മൾ റാമ്പുകളും ചെയ്യണം. ഇത് വലിയ വീഡിയോ ആയിരിക്കും ലിറ്ററലി. കാരണം ഇന്ത്യൻ ബൈക്സ് ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ബീച്ച് നമുക്ക് ഫസ്റ്റ് മിഷൻ നമ്മുടെ ബീച്ച് കണ്ടുപിടിക്കണം. ബീച്ച് കിട്ടി. നമ്മുടെ വീട്ടിലെന്തോ സ്വിമ്മിങ് പൂളുണ്ട്. പിന്നെ വേറെ ഏതൊരു 2 വീടുണ്ടോ നമുക്ക് ഈ ഗെയിമിൽ. അയ്യോ ഞാൻ ചാടി. അയ്യോ ഞാൻ സ്റ്റക്കായോ? കാരണം ഇതെന്താ എന്തോ ഒച്ചിടുന്ന കേട്ടായിരുന്നു. പിന്നെ 3001 ആയിരുന്നു കോഡ്. 3001 ബോട്ട് സ്പോൺ ആകും. ഓക്കെ ബോട്ട് സ്പോൺ ആയി. അയ്യോ ബോട്ടിൽ കയറാൻ പറ്റുമോ? ബോട്ടിൽ കയറി. ബോട്ട് ഓടിക്കാൻ പറ്റുമോ? ഓ മൈ ഗോഡ് ബോട്ടിന് സെയിം സൗണ്ട്. എനിക്ക് തോന്നുന്നു മറ്റേ അതിന് മാത്രമേ ഉള്ളൂ. ഓ മൈ ഗോഡ് ഗായ്സ് നമ്മൾ ബോട്ടിൽ നിന്ന് പോകുന്നുണ്ട്. പിന്നെ എന്തോ ഓക്കെ നമുക്കിനി ഗ്ലിച്ചസ് ട്രൈ ചെയ്യാം. കുറച്ച് ഗ്ലിച്ചുകളും ഉണ്ട് കുറച്ച്. എനിക്ക് വീഡിയോ തീർക്കേണ്ട എപ്പോഴാണെന്ന് പോലും അറിയത്തില്ല. കാരണം ഒന്നാമത് ഇതിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഓക്കെ ബോട്ടിൽ ഇറങ്ങിക്കേ. ഇനിയാണെങ്കിൽ ഇവിടെ തന്നെ എല്ലാം ടെസ്റ്റ് ചെയ്യാം.
ഇനി എന്തോ കുറച്ച് സാധനങ്ങൾ എന്തോ അടിച്ച ഡൈനോസോർസ് ഒക്കെ വരുന്നതാണല്ലോ. ഈ ചീറ്റ് കോഡ് അത്ര ഒന്നും അറിയത്തില്ല. 9 അടിച്ച വല്ലതും വരുമോ? എനിക്ക് ചീറ്റ് കോഡുകൾ അത്ര ഒന്നും അറിയത്തില്ല. ഞാൻ ആലോചിച്ച് നോക്കട്ടെ, വല്ല ചീറ്റ് കോഡ് ഗസ് അടിക്കണോ? ഗസ് അടിക്കാൻ 1 2 3 4 5 ഇതാണോ? ഇത് വല്ലതും ഉണ്ടോ? ഇതൊന്നുമില്ല. 6 5 3 3 ഇത് വല്ലതും ഉണ്ടോ? ഇതൊന്നുമില്ല. കോഡുകൾ പിന്നെ എന്തായിരിക്കും? 300 വല്ലതും ഉണ്ടോ? കിട്ടി. അല്ല 200 കാണുമല്ലോ. ടാർസനല്ലേ 200 കാണും ലിറ്ററലി. ഓ മൈ ഗോഡ് 5%. ലിറ്ററലി 1 മിനിറ്റ് എൻ്റെ ഫോണ് 5%. പിന്നെയാണെങ്കിൽ ഹോഴ്സും വന്നു. ഹോഴ്സിനെ റൈഡ് ചെയ്യാൻ പറ്റുമോ ഗായ്സ്? ഹോഴ്സിനെ ലിറ്ററലി റൈഡ് ചെയ്യാൻ പറ്റും ഗായ്സ്, ലിറ്ററലി. ഓ മൈ ഗോഡ്. പിന്നെ ഇതെന്താ? ഓ ഇത് ഇറങ്ങുന്ന ബട്ടനാ. ഓക്കെ ഗായ്സ്, എന്നാൽ പിന്നെ നമുക്ക് പാർട്ട് 1 പാർട്ട് 2 ആക്കാം വീഡിയോ. ബാക്കി സാധനം ഇതെന്തോ? ഡോഗിനെ റൈഡ് ചെയ്യാൻ പറ്റുമോ? ഡോഗിനെ റൈഡ് ചെയ്യാൻ പറ്റും. ലിറ്ററലി ഡോഗിനെ റൈഡ് ചെയ്യാൻ പറ്റും. ലിറ്ററലി ഹൗ ഇതുവരെ മനസ്സിലാവുന്നില്ല. പിന്നെ ഈ ഇതെന്താ? ഗണ്ണുകൾ കുറേ ഉണ്ട്. അതൊക്കെ ഓക്കെ. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. കാരണം ഇത് പിന്നെ ലാസ്റ്റ് ചീറ്റ് കോഡ് 5-0 അടിച്ച് എന്തോ സംഭവിക്കും? സൂപ്പർ പഞ്ചോ? ഓ പണ്ട് 5-0 അടിച്ചെന്തോ സൂപ്പർ പഞ്ചല്ല. പണ്ട് 5-0 അടിച്ച് നമ്മളെന്തോ ആവുമായിരുന്നു. ഓക്കെ, ഇനി എന്താ ചെയ്യണ്ടേന്ന് പറയട്ടെ. ഈ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. ഇതിൻ്റെ അടുത്ത പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടണം. ഓക്കെ, സ്റ്റിക്കി ബോംബ് നമ്മൾ ഇൻഫിനിറ്റ് ഹെൽത്ത് ഉണ്ടെന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യാനാ. ഇതെന്താ? ഫോൺ എടുക്കാൻ പറ്റുന്നില്ലല്ലോ. ഫോണേ എടുക്കാൻ പറ്റില്ല. ഗ്ലിച്ചായിരിക്കുക ഫോൺ ലിറ്ററലി ഗ്ലിച്ചാ. ഇനി ഞാൻ പഞ്ചാക്കി. ഇനി ഫോൺ എടുക്കാനേ ഇല്ല ലിറ്ററലി. ഇനി ശരിയാക്കാൻ ഒരു വഴിയേ ഉള്ളൂ. നേരത്തെ ഇതുപോലെ ഇങ്ങനെ കയറണം. ഇനി ഫോൺ എടുക്കാൻ പറ്റും. ഇത് നോക്കിക്കോ, ഇനി ഒരു വഴിയേ ഉള്ളൂ. അയ്യോ, ഇനി നമ്മൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. പിന്നെ ആണെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തീരാൻ പോവാ. അപ്പം ഞാൻ ഒരു പരിപാടി ചെയ്യട്ടെ. ഓ മൈ ഗോഡ്, ഇതെന്താ? സ്റ്റിക്കി ബോംബ് ഈസ് നോട്ട് ഇനഫ്. ഐ നീഡ് മോർ സ്റ്റിക്കി ബോംബ്. ലിറ്ററലി മോർ സ്റ്റിക്കി ബോംബ്. ബ്രോ, ദ വീഡിയോ ഈസ് ഫിനിഷ്ഡ്. ഗൈസ്. പോയി. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. ഓ മൈ ഗോഡ്, ഇതെന്താ? ഞാൻ പറന്നുപോയി ഗായ്സ്. ലിറ്ററലി എത്ര 27. ഇത് ഏറ്റവും വലിയ വീഡിയോ ആണെന്ന് തോന്നുന്നുണ്ട് ഗായ്സ്. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. ഈ ഗെയിമിൻ്റെ അടുത്ത പാട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ബൈ ഗായ്സ്.